ഈ വ്യവസായി CJ റോയുടെ മരണത്തിന് ശേഷം ആദ്യത്തെ ഔദ്യോഗിക വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ്. ഇന്നിപ്പോൾ വൈകിട്ടാണ് മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് മാധ്യമങ്ങളെ കാണുന്നത്. കമ്പനിയുടെ നേതൃത്വത്തിലെ മാറ്റങ്ങളും അതേപോലെ തന്നെ ഭാവി പ്രവർത്തനങ്ങളും ഒക്കെ TA ജോസഫ് വിശദീകരിക്കും. TA ജോസഫിന്റെ നേരത്തെ ഒരു ഫേസ്ബുക്ക് വീഡിയോ ഒക്കെ വന്നിരുന്നു ഈ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ ഇന്നിപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായിട്ടുള്ളത്. സഹിൻ, ഡോക്ടർ CJ റോയുടെ മരണശേഷം 2 വട്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ആ 2 വട്ടവും മാറ്റിവെച്ചതാണ്. ആ മാറ്റിവെച്ച വാർത്താ സമ്മേളനം ഇന്ന് നടക്കുമ്പോൾ എന്തൊക്കെയാവും പറയാൻ സാധ്യതയുള്ളത്? ഗുഡ് മോർണിംഗ് സേതു. പ്രധാനമായിട്ടും CJ റോയുടെ മരണത്തിന് ശേഷം കോൺഫിഡൻസ് ഗ്രൂപ്പ് സേതു സൂചിപ്പിച്ചതുപോലെ 2 തവണ മാധ്യമങ്ങളെ കാണുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പൊതുജനങ്ങളോട് നിരവധി കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് എന്നുള്ളതും അവരുടെ ഭാഗത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ആ 2 തവണയും ഈ വാർത്താ സമ്മേളനം മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി TA ജോസഫ്, അവരുടെ മാനേജിംഗ് ഡയറക്ടറാണ്, കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് മാധ്യമങ്ങളെ കാണും. അത് ഇവിടെ എറണാകുളത്ത് തന്നെ താജ് വിവാൻ്റെ ഹോട്ടലിലാണ് ഈ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അവരുടെ നിക്ഷേപകർ നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ ചില മറുപടികൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. CJ റോയുടെ മരണത്തിന് ശേഷം നിരവധി ആക്ഷേപങ്ങളും ഒപ്പം തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലടക്കം ചില വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. അത് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നിക്ഷേപകരോടും ഒപ്പം തന്നെ അവരെ വിശ്വസിച്ച് നിൽക്കുന്ന മറ്റാളുകളോടും എല്ലാം ഇക്കാര്യം വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഒരു വാർത്താ സമ്മേളനം അവർ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിന് ചില ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ആ ആക്ഷേപങ്ങൾ സംബന്ധിച്ച് എന്തായാലും മറുപടി പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഘട്ടത്തിൽ. ഇനി അത് മറുപടി ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ അത് സംബന്ധിച്ചൊരു മറുപടി ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ചില കാര്യങ്ങൾ, ഈ കമ്പനിയുടെ മുന്നോട്ട് പോക്ക് തുടങ്ങിയ കാര്യങ്ങൾ, ഇതെല്ലാം പങ്കുവയ്ക്കേണ്ടതുണ്ട്. അതിലെല്ലാം ഇന്ന് ഒരു മറുപടി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മൾക്ക് അടക്കമുള്ളത്. എന്തായാലും വൈകുന്നേരം 4 മണിക്കാണ് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ വാർത്താ സമ്മേളനം പറഞ്ഞിരിക്കുന്നത്. സേതു, ഓക്കെ, ശരി. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ വാർത്താ സമ്മേളനമുണ്ട് വൈകുന്നേരം. ഇപ്പം ഈ നിലവിലെ ഇപ്പോൾ ഡോക്ടർ CJ റോയുടെ മരണത്തിന് ശേഷം കമ്പനി ഔദ്യോഗികമായിട്ട് നടത്തുന്ന വാർത്താ സമ്മേളനമാണ്. അപ്പം ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുമെന്ന് തോന്നുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ 4 മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് വൈകുന്നേരം.